ഹായ്. ഈ ശുദ്ധമായ ബോധത്തിൻ്റെ അത്ഭുതത്തെ പറ്റി എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാനും ആലോചിക്കാറുണ്ട് അതിനെപ്പറ്റി. ഈ ശുദ്ധമായ ബോധത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അത് പ്യുവർ അവയർനെസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വാസ്റ്റ്നെസ്, അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സുകൊണ്ട് മനസ്സിലാക്കാനേ പറ്റില്ല. രവീന്ദ്രനാഥ ടാഗോറിനെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം, അതായത് ദേശീയ ഗാനം രചിച്ച ആളാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ച അദ്ദേഹമാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമ്മെ വിട്ടുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ 1941 അദ്ദേഹം മരിച്ചതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു നോൺ യൂറോപ്യൻ, അതായത് യൂറോപ്യൻ രാജ്യക്കാരനല്ലാത്ത ഒരാൾക്ക് നോബൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്ന അദ്ദേഹത്തിനാണ്, അതും എഴുത്തിന്. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചർ മാത്രം എഴുതുന്ന യൂറോപ്യൻസിൻ്റെ കുത്തകയാണെന്ന് കരുതിയ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എനിവേ, നമ്മുടെ ദേശീയ ഗാനമൊക്കെ എഴുതി രവീന്ദ്രനാഥ ടാഗോർ എപ്പോഴോ പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്താണ്? അധികമായാൽ ദേശീയത തന്നെ രാജ്യത്തിന് ആപത്താണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വാസ്റ്റായിട്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കഥയുണ്ട് രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി. അതായത് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ യമുനാ നദിയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ചരിച്ചുകൊണ്ടിരുമ്പോൾ നല്ല ശാന്തമായ ഒരു രാത്രിയായിരുന്നു. എങ്ങും നിശബ്ദതയാണ്. അപ്പോൾ അദ്ദേഹം കരുതി ഓക്കെ, ഒരു കവിത എഴുതാം. അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുള്ളത് കവിതകളാണെന്ന് അറിയാമല്ലോ. ഒരു കവിത എഴുതാമെന്ന് കരുതി അദ്ദേഹം ആ വള്ളത്തിലൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കവിത എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആ കവിത എഴുതാൻ പറ്റുന്നില്ല. കാരണം വരികൾ വരുന്നില്ല. എത്ര ആലോചിച്ചിട്ട് ആ ഒരു ഫീൽ, അദ്ദേഹം തൊട്ടു മുമ്പ് അനുഭവിച്ച ആ ഒരു ശാന്തതയുടെ ഫീൽ അങ്ങോട്ട് പേപ്പറിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കുറേ നേരം ട്രൈ ചെയ്ത് ഫസ്ട്രേറ്റഡ് ആയിട്ട് അദ്ദേഹം മെഴുകുതിരിയൊക്കെ അണച്ച് വെച്ചിട്ട് പുല്ല് എന്തായാലാവട്ടെ എന്ന് കരുതി അദ്ദേഹം ആ വള്ളത്തിലിങ്ങനെ കിടന്നു എന്നാണ് പറയുന്നത്. കുറച്ച് നേരം ആ പുഴയുടെ നടുക്ക്, യമുനാ നദിയുടെ നടുക്ക് വെറുതെ ഇങ്ങനെ കിടന്നു വള്ളത്തിൽ രാത്രിയിൽ. അപ്പം നല്ല നിലാവുള്ള രാത്രിയാണ്. അദ്ദേഹം ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, പെട്ടെന്ന് അവിടെ ആ നിലാവ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. അതായത് ആ ഒരു കുഞ്ഞു മെഴുകുതിരി വെളിച്ചത്തിൽ ഫോക്കസ് ചെയ്ത് അദ്ദേഹം ആ പേപ്പറിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കാണാത്തൊരു വാസ്റ്റായ കാഴ്ച അദ്ദേഹം കാണാൻ തുടങ്ങി. തൊട്ടു മുമ്പ് ഈ കാഴ്ച എല്ലാം അവിടെ ഉണ്ട്. ഈ തൊട്ടടുത്ത് ഒരു പ്രകാശിക്കുന്ന മെഴുകുതിരി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചുറ്റും ഇത്രയും അത്ഭുതങ്ങൾ, ഇത്രയും ഭംഗിയിൽ നിലാവ് അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ എന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. തൊട്ടടുത്ത് നിന്നൊരു ചെറിയ ബ്രൈറ്റ് ലൈറ്റ് ആ ഒരു നിലാവിൻ്റെ ഭംഗി, ഇത്രയും വാസ്നസ് അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചില്ല. അപ്പം അദ്ദേഹം അങ്ങനെ കിടന്നു എന്നാണ് പറയുന്നത്. ആ ഒരു നിലാവ് വെളിച്ചം ഇങ്ങനെ ആ പുഴയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് ആ പുഴയുടെ കരയിലുള്ള ചെടികളിലും എല്ലാം ഭംഗി ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ആ നിലാവ് നോക്കി ഇങ്ങനെ കിടന്ന രവീന്ദ്രനാഥ ടാഗോറിന് പെട്ടെന്ന് വരികൾ ഓർമ്മ വരാൻ തുടങ്ങി. അതായത് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അദ്ദേഹം ആലോചിക്കാതെ, ശ്രമിക്കാതെ, അതായത് ട്രൈ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകുകയായിരുന്നു കവിത എന്ന് പറയും. അപ്പം അദ്ദേഹം എഴുതിച്ചിരുന്നു, ആ കവിത എഴുതി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കവിത എഴുതിയതെന്നാണെന്ന് അദ്ദേഹം എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? അവയർനെസ് അല്ലേ? ശുദ്ധമായ ബോധം അതെപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മളത് കാണാറില്ല. കാരണം നമ്മൾ ആ ഒരു മെഴുകുതിരി വെളിച്ചം പോലെ ഒരു ചെറിയ എൻറ്റിറ്റി, നമ്മുടെ ഞാനെന്ന് പറയുന്ന ആ ഒരു ചെറിയ എൻറ്റിറ്റി, ആ ഒരു ചിന്ത, ആ ഒരു വിചാരം, ആ ഒരു മനസ്സ് അതിനിങ്ങനെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാസ്റ്റ്നെസ് ഇങ്ങനെ കാണുന്നില്ല. എല്ലാത്തിനെയും ഇങ്ങനെ ആ ഒരു വാസ്റ്റ്നെസ് അറിഞ്ഞാലേ, നമ്മളെ ഈ ചുറ്റുപാടിനെ ഇങ്ങനെ ഫ്രീ ആയി കാണാൻ സാധിച്ചാലേ ആ ഒരു സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ തുറസായ ആ ഒരു മനോഭാവം, ഒരു തുറന്നൊരു ആംബിയൻസിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ വളരെ സെൻസിറ്റീവ് ആവുന്നത്. നമ്മൾ എത്രത്തോളം സെൻസിറ്റീവ് ആവുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു വാസ്റ്റ്നെസ്, ആ ഒരു ഭംഗി അറിയാൻ പറ്റും. ആ ഒരു അവയർനെസ്സുമായിട്ട് നമ്മൾ താതാത്മ്യീകരണത്തിൽ വരും. അപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ റിസൾട്ട് നമ്മൾ ആ ഒരു ശ്രമത്തെ അവസാനിപ്പിക്കേണ്ടി വരും. ഒന്നിനും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി, ആ ഒരു അവയർനെസ്സിൻ്റെ ആ ഒരു
ഡെപ്ത്ത്, അതിൻ്റെ ഒരു വാസ്റ്റ്നെസ്, അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ റിഫ്ലക്റ്റ് ആവുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ കഥ. നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നിനും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് പലതും വർക്കാവുന്നത്. ഒരു വീഡിയോ ഞാൻ ശ്രമിച്ചുകൊണ്ട് ചെയ്താൽ അതാരും കാണാൻ സാധ്യതയില്ല. എനിക്കത് എഫേർട്ട്ലെസ്സായി ഒരു എഫേർട്ടും ഇല്ലാതെ സ്വാഭാവികമായി ചെയ്യാൻ കഴിയുമ്പോൾ അത് നല്ലതായിരിക്കും. അത് കാണാൻ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അവെയർനെസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്മൂത്ത്നെസ്, ആ ഒരു ഭംഗി ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഞാനൊരു സാധാരണക്കാരിൽ വെറും സാധാരണക്കാരനാണ്. എനിക്ക് യാതൊരു പ്രത്യേക കഴിവുമില്ല. എനിക്ക് ഈ അവെയർനെസ് ഫീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് ഫീൽ ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്വസ്ഥത, അതായത് ഈ ഒരു സെൻസിറ്റിവിറ്റി ഓഫ് അവെയർനെസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒന്നും ചെയ്യാത്ത ഏതൊരു സാധാരണക്കാരനും ഇത് അനുഭവിക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിയുന്നതാണ്. അതിപ്പോൾ ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയ ആളാണ്, അദ്ദേഹം ഒരു വലിയ കവിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചതെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അദ്ദേഹം ഒരു മഹാവ്യക്തി തന്നെയാണ്. പക്ഷെ അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു വലിയ സ്വസ്ഥത എപ്പോഴൊക്കെ അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. അദ്ദേഹത്തിനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു താളവുമായിട്ട് താതാത്മീകരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഒന്നുണ്ടാവും. എല്ലാവർക്കും എഴുത്ത് തന്നെ ആവണം ഒരു നിർബന്ധമില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അത് ഭംഗിയോടെ ചെയ്യുന്ന ആക്ടിവിറ്റി, അത് എന്ത് തന്നെ ആയാലും ആ ഒരു അവെയർനെസ്സോട് കൂടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ദാറ്റ് ആക്ടിവിറ്റി വിൽ സേവ് യു. അതിനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ആ ഒരു ഭംഗി, ആ ഒരു ഡെപ്ത് അറിയിക്കാൻ പറ്റും. ഒരു അത് ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അതൊരു സ്വസ്ഥതയാണെന്ന് മാത്രമല്ല, അതൊരു ഒഴുക്കാണ്. എല്ലാത്തിലും നമ്മളിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. രവീന്ദ്രനാഥ ടാഗോർ മാത്രമല്ല, ഒരുപാട് മഹാന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു കാര്യത്തിനോട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ അവർ ശ്രമം ഉപേക്ഷിച്ച് വെറുതെ ഇരുന്ന ആ ഒരു മൊമെൻറ്റിലാണ് സ്വസ്ഥത അനുഭവിച്ച ആ ഒരു മൊമെൻറ്റിലാണ് അത് സംഭവിച്ചത്. അപ്പോഴാണ് അവർക്ക് ആ ഉത്തരം കിട്ടിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നിക്കോള ടെസ്ല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ്, അവരാരും എഴുത്തുകാരോ കവികളോ ഒന്നുമല്ല. ലെബ്രോൺ ജെയിംസ് എന്ന് പറയുന്ന ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് ചില നിമിഷങ്ങളിൽ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ ബാസ്കറ്റ്ബോൾ പ്ലേ ചെയ്യുകയാണെന്ന് അവരറിയില്ല. സമയം നിശ്ചലമായ പോലെ തോന്നും. എല്ലാവരുടെയും മൂവ്മെൻറ്റ് ഇങ്ങനെ സ്ലോ മോഷനിലാണെന്ന് തോന്നും. ആ ഒരു അവെയർനെസ്സുമായിട്ട് ഡെപ്തിൽ കണക്റ്റ് ആവുന്ന മൂമെൻറ്റിൽ എവറിത്തിങ് വിൽ ബി സോ സ്ലോ. എല്ലാം വളരെ പതുക്കെ ആയിരിക്കും. അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എതിരാളി എത്ര സ്പീഡിൽ ബാസ്ക്കറ്റുമായി മൂവ് ഫോർവേഡ് ചെയ്ത് വന്നാലും വളരെ സ്ലോയിൽ അവർ വരുന്നതായിട്ട് അത്രയും സ്ലോയിൽ ഈ ടൈം സ്റ്റോപ്പായി നിൽക്കും നമ്മുടെ മുമ്പിൽ. കാരണം നമ്മളാണ് ഈ അവയർനെസ്സിനെ, ഈ കോൺഷ്യസ്നെസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്ലോ ഡൗൺ ടൈം. അങ്ങനെ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ പന്തെടുത്ത് വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് ഒന്നും ചെയ്യാതെ ലൈക്ക് ഇങ്ങനെ ഒഴുകുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക്. കാരണം അത്രയ്ക്ക് ഈസിയാണത്. നമ്മളത് ആ ഒരു അവയർനെസ്സായിട്ടൊന്ന് കണക്റ്റ് ആയാൽ മതി, ആ ഒരു സെൻസിറ്റിവിറ്റി അനുഭവിച്ചാൽ മതി. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു.